BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ 2024 മണ്ഡലകാലം പുരോഗമിക്കുമ്പോൾ തന്നെ അടുത്ത സീസണിലേക്കുള്ള നെയ്യ് വാങ്ങാൻ നടപടി തുടങ്ങിയതും കാരണം വ്യക്തമാകാതെ ടെൻഡർ റദ്ദാക്കി മിൽമയിൽ നിന്ന് നേരിട്ട് നെയ്യ് വാങ്ങാൻ തീരുമാനിച്ചതും ദുരൂഹതയുണ്ട്. അന്നത്തെ എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു നൽകിയ ശുപാർശയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് സ്വന്തം കൈപ്പടയിൽ ടെൻഡർ റദ്ദാക്കാൻ ഉത്തരവിട്ടതിന്റെ രേഖകളാണ് ആരോപണം ബലപ്പെടുത്തുന്നത്. 2024 ഡിസംബർ 30-നാണ് മുരാരി ബാബു മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങണമെന്ന് ശുപാർശ ചെയ്ത് ബോർഡിന് കത്ത് നൽകിയത്. സാധാരണ ഒരു മണ്ഡലകാലത്ത് അടുത്ത സീസണിലേക്കുള്ള ടെൻഡറോ വിതരണ കരാറുകളോ തുടങ്ങാറില്ല. മകരവിളക്കിനു ശേഷമുള്ള മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ആരംഭിക്കാറ്. യാതൊരു കാരണവും ചൂണ്ടിക്കാട്ടാതെയാണ് ടെൻഡർ റദ്ദാക്കുന്നതെന്ന് പ്രശാന്ത് സ്വന്തം കൈപ്പടയിൽ രേഖപ്പെടുത്തിയത്. ഒപ്പം മിൽമയിൽ നിന്ന് നെയ്യ് വാങ്ങാൻ അനുമതി നൽകുകയും അളവ് തീരുമാനിക്കാൻ എക്സിക്യൂട്ടീവ് ഓഫീസറെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ കുറിപ്പിന് കീഴിൽ പ്രശാന്തും ബോർഡ് അംഗം അജിത് കുമാറും ഒപ്പിട്ടിരുന്നു. അതേസമയം മിൽമയിൽ നിന്ന് വാങ്ങിയ 1.65 ലക്ഷം ലിറ്റർ നെയ്യിൽ വലിയൊരു ഭാഗം സന്നിധാനത്ത് എത്താതെ വഴിമധ്യേ തിരിമറി നടത്തിയെന്ന സംശയത്തിലാണ് ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.